അപ്പൊ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാല് നമ്മൾ ഉരുളക്കിഴങ്ങ് മസാലയാണ് ചെയ്യുന്നത്. നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. 2-3 ഐറ്റം കൊണ്ട് നമുക്ക് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു നമ്മളെ ഉരുളക്കിഴങ്ങ് മസാലയാണ് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പൊ ആ വീഡിയോ കാണും. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം നിങ്ങൾ ഒന്ന് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഒന്നും മറക്കല്ലേ. അപ്പൊ നേരെ നമ്മളെ വീഡിയോ കണ്ടിട്ട് വന്നാലോ. ആയി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് എണ്ണ വെച്ചു. ഇനി നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു 3/4 ടീസ്പൂണത്താണ്. ഇനി നമുക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കും. നമുക്കൊരു 2 സവാള ചെറുതായിട്ട് ഞാൻ അതിട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് 4 കീറിയത്. കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു നുള്ള് ഗരം മസാല, നുള്ള് പെരിഞ്ജീരകം പൊടിച്ച, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പച്ചമുളക് മാറി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു. ഇനി നമുക്ക് കിഴങ്ങിട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അത് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് അടച്ചു വെക്കാം. ഇപ്പൊ നമുക്ക് തുറക്കാം. നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളം ഒന്ന് കുറുക്കി എടുക്കണം. മസാല പരിവാക്കി എടുക്കും. അപ്പൊ ഏകദേശം നമ്മൾ ആ വെള്ളം എല്ലാം വറ്റി നല്ല റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു നമ്മളെ ഉരുളക്കിഴങ്ങ് മസാലയാണ് നമ്മൾ ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ചോറിന്റെ കൂടെ കറി ഇല്ലെങ്കിൽ ഇത് മതി, അല്ലെങ്കിൽ നമുക്ക് സൈഡ് ഡിഷ് ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം. നമുക്ക് എന്തിന്റെ കൂടെ വേണമെങ്കിലും ഇത് നമുക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലാണ്. നമുക്ക് ഈ കിഴങ്ങ് നല്ലോണം വെന്തങ്ങ് ഉടയാൻ പാടില്ല. നമുക്ക് പീസ് പോലെ നമ്മളെ ഇറച്ചി കഷ്ണം കിടക്കത്തില്ല, അതേപോലെ കിടക്കാം. ഇതാണ് നമ്മുടെ സൂപ്പർ ഐറ്റം. ഇനി നമുക്കിതിനകത്തൊരു ഐറ്റം കൂടെ ചേർക്കാറുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന കൂട്ടുകാരെ, ഇഷ്ടപ്പെട്ട ഞാൻ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.